കേരളത്തെ പിറകോട്ട് കൊണ്ടുപോകുന്നതാണ് മുഖ്യമന്ത്രി അവതരിപ്പിച്ച ബജറ്റെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സുപ്രധാന മേഖലകളിൽ സ്വകാര്യവൽക്കരണം ലക്ഷ്യമിടുന്ന ബജറ്റ് ഭൂപരിഷ്കരണം അട്ടിമറിക്കുമെന്നും പിണറായി വിജയൻ വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നില ഭദ്രമാണെന്നാണ് ബജറ്റ് വ്യക്തമാക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ സമ്പൂർണ്ണ സ്വകാര്യവൽക്കരണമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ബജറ്റിലൂടെ വ്യക്തമാകുന്നു. മൈനർ ധാതുക്കളുടെ ഖനനം അതടക്കമുള്ള കാര്യങ്ങൾ എല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ നയം. അതുതന്നെയാണ് ഇപ്പോൾ ഈ ബജറ്റിൽ പ്രഖ്യാപിച്ച റെയർ എർത്ത് ക്രിട്ടിക്കൽ മിനറൽ കോറിഡോർ വഴി UDF സർക്കാരും പിന്തുടരുന്നത്. പൊതുമേഖലാധിഷ്ഠിതമായ റെയർ എർത്ത് ഇടനാഴി അത് അട്ടിമറിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിൻ്റെ ആശയം അംഗീകരിച്ച് സ്വകാര്യവൽക്കരണത്തിനുള്ള നീക്കം ഈ ബജറ്റിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഭൂപരിഷ്കരണം അട്ടിമറിക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങളും ബജറ്റിലുണ്ട്. കേരളത്തിൻ്റെ ഭൂപരിഷ്കരണ നിയമം അട്ടിമറിക്കാനുള്ള നീക്കമാണ്. ഇത് അതീവ ഗൗരവമായി കാണേണ്ട കാര്യമാണ്. സ്വകാര്യ കുത്തകൾക്ക് വേണ്ടി ലാൻഡ് മാനേജ്മെൻറ്റ് നയം ആവിഷ്കരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഭൂപരിഷ്കരണം 2.0 എന്ന ബജറ്റ് പ്രഖ്യാപനം ഒരു മറയുമില്ലാതെ ഈ കാര്യമാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. നാടിന്റെ വികസനത്തിൽ നിന്ന് സർക്കാർ പിന്മാറുന്നതായാണ് ബജറ്റ് വ്യക്തമാക്കുന്നതെന്നും പിണറായി വിജയൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.